ആരാധിക്കുമ്പോൾ വിടുതൽ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദിവ്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2:40 പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണല്ലോ അവിടെ നാം കാണുന്നത്. യേശു ക്രിസ്തു താൻ ഭൂമിയിലായിരുന്നപ്പോൾ സാധാരണ മനുഷ്യനായിരുന്നു. തൻ്റെ വളർച്ചയും സാധാരണ വളർച്ചയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എനിക്ക് വിശന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് താൻ 40 ദിവസം ഉപവസിച്ചു, അനന്തരമായി തനിക്ക് വിശന്നു എന്ന് 4-ന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ ദാരിദ്ര്യം അനുഭവിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 9:58 തന്നെ അനുഗമിപ്പാൻ കടന്നു വന്ന വ്യക്തിയോട് പറയുകയാണ്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായിക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്നതും, അഥവാ ആ ദാരിദ്ര്യം താൻ അനുഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ ക്ഷീണം അനുഭവിച്ചു. യോഹന്നാന്റെ സുവിശേഷം 4:6 യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ കടന്നു ചെന്ന് ആ ശമരിയ സ്ത്രീയുടെ അടുക്കൽ കടന്നു ചെല്ലുന്നതും കുടിക്കുവാൻ വെള്ളം ചോദിക്കുന്നതും നമുക്കറിയാമല്ലോ. അതേപോലെ ഉറക്കം താൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 8:23 ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ പടകിൽ അമരത്ത് തലവെച്ച് താൻ ഉറങ്ങുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ ദുഃഖം. മത്തായിയുടെ സുവിശേഷം 26:37 നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഗെത്ശമനയിൽ എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിലേക്ക് കടന്നു പോകുന്ന ക്രിസ്തുവിനെ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ താൻ ഭൂമിയിലായിരുന്നപ്പോൾ സാധാരണ വളർച്ചയാണ് നമ്മെപ്പോലെ തനിക്കും ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ പറയുന്നത് താൻ ജ്ഞാനത്തിലും കൃപയിലും വളരുവാനായിട്ട് ഇടയായിത്തീർന്നു. കൊലോസ്യ ലേഖനം 2:3 അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേപോലെ ശിശുവായ യേശു ദൈവാലയ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ അവൻ്റെ ആ വാക്ക് കേട്ടവർക്കെല്ലാം അവിടുത്തെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നിയതായിട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 2:47 നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ കൃപയിലും താൻ വളർന്നു വരുവാനിടയായി തീർന്നു. ആ യോഹന്നാന്റെ സുവിശേഷം 1:17 ന്യായപ്രമാണം യേശു മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും. ന്യായപ്രമാണം മോശ മുഖാന്തരം നമുക്ക് ലഭിച്ചപ്പോൾ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നാം ചിന്തിക്കുമ്പോൾ നമ്മെപ്പോലെ സാധാരണ അവസ്ഥയിൽ യേശു കർത്താവ് വളർന്നു. അപ്പോൾ തന്നെ ജ്ഞാനത്തിലും വിവേകത്തിലും കൃപയിലും ഒക്കെ വർദ്ധിച്ചു വന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്നത്തെ വളർച്ച, ഇന്നത്തെ ലോകം എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. ഇന്നത്തെ ആത്മീക അവസ്ഥ, ആത്മീക ഗോളം എപ്രകാരമായിരിക്കുന്നു, കുടുംബങ്ങൾ, തലമുറകൾ എപ്രകാരമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനിടയായി തീർന്നു. ഒരു മാതാവിനെ, ഗോമതി എന്ന് പറയുന്ന ഒരു മാതാവിനെ ലേലം വിളിച്ച് തൻ്റെ മക്കൾ 4 പേര് കൂടി ആ ഒരു അനുഭവത്തിൽ കാണുവാനായിട്ടിടയായി തീർന്നു. ദരിദ്രരല്ല. ആ അമ്മയ്ക്ക് ഏതാണ്ട് 40 സെന്റ് സ്ഥലമുണ്ട്, 2 നില വലിയ കെട്ടിടമുണ്ട്. തൻ്റെ ഭർത്താവ് ഉയർന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി മരണപ്പെടുവാനിടയായി. മക്കൾ 2 പേര് ആൺമക്കൾ, 2 പേര് പെൺമക്കൾ. ഒരാള് USA-ല്, ഒരാള് കാനഡയില്, ഒരാള് ഓസ്ട്രേലിയയില്, ഒരാള് ഇംഗ്ലണ്ടില്. ഇങ്ങനെയൊക്കെയുള്ള വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മക്കൾ ഒരുമിച്ച് കടന്നു വന്നിട്ട് കൊച്ചുമക്കളുമായിട്ട് ഈ മാതാവിനെ വളരെയൊക്കെ ഒരുക്കി അവർ വിചാരിച്ച് ആരെങ്കിലും കൊണ്ടുപോകാനാണെന്ന്. പിന്നീടാണ് മനസ്സിലായത് ഒരു
ഏതാണ്ട് ഏറ്റവും കുറവുള്ള നിലയിൽ ഒരാതുരാലയത്തിൽ കൊണ്ടാക്കുവാൻ അവർ ശ്രമിച്ചു. ഏതാണ്ട് ഓരോ 1,00,000 രൂപ വീതം 4 പേരും എടുത്ത് ഏറ്റവും കുറവായിട്ട് ആളുകളെ, വയോധികരെ നോക്കുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ട് ആ മാതാവിനെ ഇടുവാനായിട്ടിടയായി തീർന്നു. ഇനി അവരാരും ഇങ്ങോട്ട് മടങ്ങി വരത്തില്ല. ജീവിതകാലം മുഴുവനും അധ്വാനിച്ചിട്ട് ആ കിട്ടിയതായ പ്രതിഫലമാണ് ഇന്ന് പലപ്പോഴും മക്കൾ കണക്ക് നോക്കുന്ന അനുഭവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർക്കുക, ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. എന്നാൽ ഇവിടെ യേശു മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. അതേപോലെ തന്നെ താന് ഈ ലോകത്തിലായിരുന്നതായ സന്ദർഭത്തിൽ നമ്മെ പോലെ എല്ലാ കഷ്ടവും അനുഭവിച്ചെങ്കിലും മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിൽ അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്നുകൊണ്ട് വീണ്ടെടുത്ത ആ ദൈവകൃപ എത്രയോ വലുതായിരുന്നു എന്ന് നാം ഇത്തരണത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ ആത്മീയ ഗോളം, ഭൗതിക ലോകം, ഓരോ കുടുംബങ്ങൾ എപ്രകാരം വളരുന്നു എന്ന് ഈ വചനാടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കാം. അതിനായി ആ ദൈവകൃപയ്ക്കായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക്